ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹെലൻ റിയാക്ട്സ്. അപ്പോൾ വീഡിയോ ഇട്ടിട്ട് കുറേ മാസങ്ങളായി. ഞാൻ കുറച്ച് മാസങ്ങളായിട്ട് വീഡിയോ ഇടാത്തത് എന്താണെന്ന് എന്നോട് ആരും ചോദിച്ചില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ, ആരും ചോദിക്കാത്തതുകൊണ്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ തന്നെ വന്ന് പറയാം. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നി, കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. അതുകൊണ്ട് ഞാൻ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. എൻ്റെ എത്ര 1000-ഓളം ഫാൻസ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വീഡിയോ വേണോ വേണ്ടതെന്നൊന്നും എനിക്കറിയില്ല, എന്തായാലും ഞാൻ വീഡിയോ ഇടും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെഡ്പൂൾ ആൻഡ് വോൾവറൈൻ കണ്ടിട്ട് റിയാക്ട് ചെയ്യുന്നതിന് മുന്നേ എല്ലാ മാർവൽ സിനിമകളും കാണും എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സത്യപ്രതിജ്ഞ എടുത്തിരുന്നു. പക്ഷേ ഞാൻ അവസാനം കണ്ട മാർവൽ സിനിമ ഏതാണെന്ന് ഞാനിപ്പോൾ മറന്നുപോയി. കാരണം ഞാൻ ആ സിനിമ കണ്ടിട്ട് പിന്നെ മാർവലൊന്നും വേറെ കണ്ടില്ല, മാർവലും DC ഒന്നും കണ്ടില്ല, പിന്നെ ഡെഡ്പൂൾ ആൻഡ് വോൾവറൈനും കണ്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പുതിയ ഒരു വലിയൊരു ചേഞ്ച് എൻ്റെ ലൈഫിൽ വന്നു എന്നുള്ളതാണ്. ആ ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആ ചേഞ്ച് കാണിച്ചു തരാം. ഇതാണ് ആ ചേഞ്ച്. ഞാൻ ഒരു പൈസ കൊടുത്തൊരു കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ചു, കടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കടിക്കുന്ന പട്ടിയുടെ പേര് ഹാപ്പി എന്നാണ്. അപ്പോൾ ഹാപ്പി വന്നതുകൊണ്ട് എനിക്ക് തിയേറ്ററിൽ പോകാനോ അല്ലെങ്കിൽ വേറെ സിനിമകൾ കാണാനോ ഒന്നും പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കടിക്കുന്ന പട്ടി ആയതുകൊണ്ട് ഞാൻ താഴെ നിർത്താണ്. താഴെ പോ. അപ്പോൾ അതുകൊണ്ട് സിനിമകളൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ ഇനി എല്ലാ മാർവൽ DC സിനിമകൾ ഒന്നോടെയും കാണുമെന്ന് ഞാൻ ഒന്നോടെ സത്യപ്രതിജ്ഞ ചെയ്യാണ്. കാരണം ഇപ്പോൾ ഇവൻ കുറച്ചുകൂടെ വലുതായി. അപ്പം ഞാനിപ്പോഴാണ് കുറച്ച് സിനിമകളെ കണ്ടു തുടങ്ങിയത്. ഇവന് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഇവൻ 8 ആഴ്ചയുള്ള ഒരു കുഞ്ഞു പപ്പിയായിരുന്നു. അപ്പോൾ ലൈഫ് കുറേ മാറി. സത്യം പറഞ്ഞാൽ ഒരു പെറ്റ്സൊക്കെ വരുമ്പോൾ നമ്മൾ എന്തോരം മാത്രം നമ്മൾ എംപ്റ്റി ആയിരുന്ന സ്ഥലത്ത് എന്തോരം മാത്രം അവർക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നുള്ളത് പെറ്റ്സ് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണം, പെറ്റ്സ് ഉള്ള ആളുകൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇതിൽ ഈ ഒരു വീഡിയോയിൽ റിവ്യൂ ഒന്നുമില്ല, ഒരു കമ്മിങ് ബാക്ക് വീഡിയോ ആണ്. ആരും അന്വേഷിച്ചൊന്നുമില്ല, എന്നാലും ഞാനൊരു കമ്മിങ് ബാക്ക് എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഇടുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നാളെ മുതൽ ഞാൻ എല്ലാ ദിവസവും പണ്ട് വീഡിയോ ഇടുമായിരുന്നു. പഴയ പടവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നിയ പടങ്ങളും ഒക്കെ വീഡിയോ ഇടുമായിരുന്നു. ഇപ്പോൾ പിന്നെയും പൈസ കൊടുത്ത് വാങ്ങിയ കടിക്കുന്ന പെട്ടിൻ്റെ കയ്യിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാം വീഡിയോ ഇടുമായിരുന്നു. അപ്പോൾ ഇനിയും അങ്ങനെ സിനിമകൾ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ സിനിമ കാണാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് സിനിമകളൊക്കെ ഓൾറെഡി കണ്ടു വെച്ചിട്ടുണ്ട്. അതിൽ കണ്ട ഒരു പടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രീൻ മൈലാണ്. അപ്പോൾ ഗ്രീൻ മൈലിലെ റിവ്യൂ ഒന്നും എന്തായാലും വീഡിയോയിൽ ഞാൻ പറയുന്നില്ല, അത് അടുത്ത ദിവസം എന്തായാലും പറയുന്നതായിരിക്കും. നന്ദി. ഇനി ഏത് സിനിമയാണ് കണ്ടിട്ട് പറയാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും സിനിമ നിങ്ങൾക്ക് പറയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ്. ഹാപ്പി നോ കണ്ടിട്ട് പറയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യേ. ഇപ്പോൾ തൽക്കാലം ഞാൻ നാളെ ഗ്രീൻ മൈൽ പറയാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗ്രീൻ മൈൽ കണ്ടിട്ടുള്ള എത്ര പേരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ മൈൽ എന്താ കണ്ടിട്ടില്ല, ആ സിനിമേനെ പറ്റി വലിയ കാര്യമായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് പറഞ്ഞിട്ട് വലിയ കാര്യമില്ലാന്ന് തോന്നുന്നു. എന്നാലും ഇവിടെ മോട്ടർ ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇവൻ കുറച്ച് ദിവസങ്ങളായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വൃത്തികെട്ട സ്വഭാവം തുടങ്ങിയിരിക്കുന്നത്, എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ തിരുമ്പി വന്നിട്ടേൻ ഗായ്സ് എന്ന് പറയാനുള്ള ഒരു വീഡിയോയാണ്. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന ആളുകളോടും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും ഇത്രയും നാൾ ഞാൻ വീഡിയോ ഇടാഞ്ഞിട്ടും എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാത്തതിൽ വലിയൊരു താങ്ക്സ്. എനിക്ക് 1320 സബ്സ്ക്രൈബേഴ്സ് എന്തോ ആയിരുന്നു. അപ്പോൾ ഇപ്പോഴും അത്രയും തന്നെയാണ്. ഇനി ഇത് പറയുമ്പോൾ ദൈവത്തെ ഓർത്ത് സബ്സ്ക്രൈബ് വിട്ട് പോകരുതെന്ന് ഞാൻ പറയുന്നത്. നമ്മൾ സാധാരണ അങ്ങനെ ഞാൻ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ട് ഫോളോ ചെയ്തുല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് അൺഫോളോ ചെയ്യാനൊരു ടെൻഡൻസി അല്ല. അങ്ങനെ ഒരു ടെൻഡൻസി ഒന്നും ആരും സബ്സ്ക്രൈബ് ചെയ്തവർ പോകരുതെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. പക്ഷേ ഇതൊരു ഫ്രീ വിൽ ഉള്ള കൺട്രിയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പോവാം. എന്നാലും എനിക്കത് വലിയ താല്പര്യമൊന്നുമില്ല. എന്തായാലും നാളെ നമ്മൾ അടുത്ത സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. മാർവൽ DC ഒക്കെ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എനിക്കിനി കാണാനുള്ളത് തോറാന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ കണ്ടു കഴിഞ്ഞ് ഏതാണെന്ന് ഞാൻ മറന്നുപോയി. അപ്പോൾ അടുത്തത് തോറ് ആയിരിക്കും. ഞാൻ അടുത്ത മാർവൽ DC സിനിമ ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന തോറായിരിക്കും. അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അതും കാണണം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ഹെലൻ റിയാക്ട്സ്. താങ്ക്സ് ഫോർ ഇവിടെ നിന്ന സബ്സ്ക്രൈബേഴ്സ്. താങ്ക്സ് ഫോർ ഇനി വരുന്ന സബ്സ്ക്രൈബേഴ്സ്. സോ താങ്ക് യു ആൻഡ് ഐ ആം ബാക്ക്.